ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഈ എൻട്രി ഫീസുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. ഇന്നലെയും ഞാൻ രാത്രി ഒരു യാത്രാ മധ്യേ ഇവിടെ ബ്ലോക്കിൽ പെട്ടു. ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ബ്ലോക്കായി. അപ്പം നമ്മൾ കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, നമ്മൾ ഇവരായിട്ട് കച്ചറ കൂടാൻ നിൽക്കുന്നിടത്തോളം ഇവർക്കാണ് ഇതിൻ്റെ ലാഭം, ഇവർക്കാണ് ഇതിൻ്റെ പ്രോഫിറ്റ്. നമ്മളൊരിക്കലും ആ 40 രൂപ കൊടുക്കാതെ ഇവർ വിടൂല. ഇവർ വലിയ ലോബികളാണ്. അപ്പം നമ്മളവിടെ 5 മിനിറ്റ് അവരായിട്ട് കച്ചറ കൂടിയ ബാക്കിലുള്ള 100 കണക്കിന് വണ്ടികളെ 5 മിനിറ്റ് അവിടെ കവരിയാണ് നമ്മൾ. അപ്പോൾ ആ പൈസ ഒക്കെ ഇവർക്ക് കിട്ടും. നമ്മൾ ഈ കച്ചറ കൂടുന്നത് ഒരു പൊട്ടത്തരാന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരുപാട് വണ്ടികൾ ലോക്കാവാണ്. ഒരാളെ കാരണം കൊണ്ട് 100 കണക്കിന് വണ്ടികൾ ബ്ലോക്ക് ആവുകയാണ്, അവരുടെ ടൈം പോവുകയാണ്. പിന്നെ നമ്മൾ ഈ കാതടപ്പിക്കണ ഓൺ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരാ ടൈം ആകുമ്പോഴേ വിടുള്ളൂ. നമ്മൾ വെറുതെ ഓൺ അടിച്ച് വെറുതെ നമ്മൾ ശല്യം ഉണ്ടാക്കാൻ, ദേഷ്യം പിടിക്കാൻ നല്ലത് ഒരു കാര്യമില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് പോലെ അവിടെ CCTV ക്യാമറയും മറ്റും റോങ് കാര്യം സംസാരിക്കുന്നവരൊക്കെ വീഡിയോ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കച്ചറ ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ കൊണ്ടാൻ വേണ്ടി പോലീസ് കേസായ കുടുങ്ങണത് നമ്മളാണ്. ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു നാടാണ് നമ്മളെ നാട്. അപ്പോൾ ഒരു ടൂറിസ്റ്റൊക്കെ വന്ന് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് ഈ നമ്മളെ നാടിനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഈ ബ്ലോക്കും ഈ ഹോണടിയും ഇവരായിട്ടുള്ള ഈ കച്ചറി, നമ്മളൊരു സിസ്റ്റമാണിത് ശരിക്കും. നമ്മൾ ആ സിസ്റ്റത്തിനോട് നമ്മൾ തന്നെ തർക്കിക്കണതൊക്കെ കാണുമ്പോൾ അവരൊരു മാനസികാവസ്ഥ എന്തൊക്കെ നമ്മുടെ നാടിനെ കുറിച്ചിട്ട് പിന്നെ അതൊക്കെ അങ്ങനെ ചിന്തിച്ചു എന്നല്ലേ. ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു ജനപ്രതിനിധികളൊക്കെ നേതൃത്വത്തിൽ സമരം ചെയ്താലേ ഇത് ഫലം കാണുള്ളൂ, ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക് ഇത് എത്തുള്ളൂ. पूरा आदमी आओ भाई, क्या आरंगी में रहेंगे हमारे जल्दी